PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് ചുഴലിക്കാറ്റുകൾ എന്ന് പറയുന്നത്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു ചുഴലിക്കാറ്റിന്റെ പേര് തന്നിട്ട് ആ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ഏതു മാസത്തിൽ വീശിയടിച്ച കാറ്റാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് വീശിയടിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരം ചോദ്യമാണ്. ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ 2021, 22, 23 വർഷങ്ങളിൽ വീശിയടിച്ച പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണ്, പേര് നൽകിയ രാജ്യം, ആ വാക്കിന്റെ അർത്ഥം എന്താണ്, എവിടെയാണ് വീശിയടിച്ചത്, ഏത് വർഷം, ഏത് മാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഒരു നോട്ട്ബുക്ക് കയ്യിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉണ്ട്. PSC പരീക്ഷകളിൽ PSC റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് തിരഞ്ഞു പിടിച്ച് നമ്മൾ നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ അതിനും സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് തന്നെ കരുതുക, നോട്ട് തയ്യാറാക്കി പഠിക്കുക. രാത്രി 8 മണിക്ക് നമ്മൾ ലൈവ് പോകുന്നുണ്ട്, PYQs കേട്ടോ. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് നമ്മുടെ ലൈവ് സെഷൻ. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് 3 വീഡിയോസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അത്രത്തോളം എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല വിജയം നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ അറിയിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചുഴലിക്കാറ്റുകളുടെ ക്ലാസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ടൗട്ടെ എന്ന് പറയുന്നത്. എന്താണ് ചുഴലിക്കാറ്റിൻ്റെ പേര്? ടൗട്ടെ. എൻ്റെ കൂടെ തന്നെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ടൗട്ടെ. അപ്പം ടൗട്ടെ എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ് 2021 മെയ് മാസം വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ടൗട്ടെ എന്ന് പറയുന്നത്. ഈ ഒരു പേര് നൽകിയ രാജ്യം ചോദിക്കും. ഏതാണ് രാജ്യം? മ്യാൻമർ ആണ് കേട്ടോ. മ്യാൻമർ ആണ് ടൗട്ടെ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. എന്താണ് ഈ ടൗട്ടയുടെ അർത്ഥം? പല്ലി. പല്ലി എന്നാണ് ടൗട്ടെ എന്ന വാക്കിന്റെ അർത്ഥം. ഇതെവിടെയാണ് വീശിയടിച്ചത്? അറബിക്കടലിലാണോ, ബംഗാൾ ഉൾക്കടലിലാണോ? ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ എവിടെയാ ടൗട്ടെ വീശിയടിച്ചത്? അറബിക്കടലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ടൗട്ടെ വീശിയടിച്ചത് എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് തെറ്റാതിരിക്കാൻ ചെറിയ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടൗട്ടെ വീശിയടിച്ചത് അറബിക്കടലിലാണ്. എങ്ങനെയാണ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക? ഈ അറബിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടൊക്കെ വരും എന്ന് ഓർത്താൽ മതി കേട്ടോ. അറബി പഠിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും എന്ന് ഓർത്താൽ മതി. അപ്പൊ ടൗട്ടെ അറബിക്കടലിൽ വീശിയടിച്ചു. ഇനി ഇതിന്റെ അർത്ഥം പല്ലി എന്നാണ്, അല്ലെ? പല്ലി എന്നാണ്. ടൗട്ടെ എന്ന് വെച്ചാൽ എന്താണ്? പല്ലി എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ട്, പക്ഷെ നമ്മൾ ആ കാര്യം പറഞ്ഞു തീർന്നതും ഒരു പല്ലി ചെലച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിന് ഡൗട്ടൊന്നുമില്ല, അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ പല്ലി ചെലക്കണം എന്ന് ഓർത്താൽ മതി. അപ്പം ടൗട്ടയുടെ മീനിങ് എന്താ? പല്ലി എന്നാണ്. അതും കിട്ടിയില്ലേ? അപ്പൊ ഈ പല്ലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വർഷവും അതിന്റെ മാസം വെച്ച് തന്നെ PSC ചോദിക്കാറുണ്ട്. ഏത് മാസത്താണ് വീശിയടിച്ചത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ മാസം നമുക്ക് കിട്ടണ്ടേ? 2021 എന്നുള്ളതും കണക്ട് ചെയ്യണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഈ പല്ലി വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഈ പല്ലിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? ഇതിങ്ങനെ അരച്ചു പോകുന്ന സമയത്ത് നമ്മൾ അതിനെ തൊടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വാൽ അവിടെ മുറിച്ചിട്ടിട്ട് പോകും, അല്ലേ? അപ്പൊ പല്ലിയുടെ വാൽ ഇതേ മുറിഞ്ഞു കിടക്കുവാണ്. അപ്പൊ ഇതിനൊന്നും ഇങ്ങനെ തിരിച്ചിട്ടാൽ നമുക്ക് എന്താ ഒരു 1ന്റെ ഷേപ്പിൽ കാണാൻ പറ്റും, അല്ലേ? അപ്പൊ 2021 എന്നുള്ളത് ഓർത്തോളൂ കേട്ടോ. 2021 1ന്റെ ഷേപ്പിലാണ് പല്ലിയുടെ വാല് മുറിഞ്ഞു കിടക്കുന്നതെന്ന് ഓർത്താൽ മതി. 2021 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടി. ഇനി മാസം കിട്ടണം. ഈ പല്ലി നമ്മളിപ്പോൾ ഇവിടെ ചുമരിലൊക്കെ ചാരി നിൽക്കാന്ന് വെച്ചോ, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വീഴും, അല്ലേ? പല്ലി നമ്മുടെ തലയ്ക്ക് മീതിയൊക്കെ വീഴാറില്ലേ? അപ്പം നമ്മുടെ ശരീരം എന്നുള്ളതിനെ മെയ് എന്ന് പറയില്ലേ നമ്മൾ? മെയ് എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പം പല്ലി നമ്മുടെ മെയ്യിലല്ലേ വീഴുന്നേ? അപ്പം നമുക്ക് മെയ് മാസമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പം അതും കിട്ടി. ഇനി പേര് കൊടുത്ത രാജ്യം പഠിക്കണം, അല്ലേ?
അപ്പം മ്യാൻമർ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതുമ്പോൾ MYAN അല്ലേ, മ്യാൻമർ എന്ന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പം മ്യാൻമർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൈ എന്നുള്ളതുണ്ടല്ലോ, അപ്പം മെയ്യുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. മെയ് മാസമാണ് വീശിയടിച്ചത്, മെയ്യിൽ തന്നെ മൈ എന്നുണ്ട് അല്ലേ, അപ്പം മ്യാൻമർ എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ടൗട്ടെ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയടിച്ചത്? അറബി പഠിക്കുമ്പോഴാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. സോ അറബിക്കടലിൽ. എന്താണ് ടൗട്ടയുടെ മീനിങ്? നമ്മൾ ഡൗട്ട് വരുമ്പോൾ അത് ഉറപ്പിക്കുന്നത് പല്ലി ചലിക്കുമ്പോഴാണ് അല്ലേ. അപ്പം മീനിങ് എന്താ? പല്ലി എന്നതാണ്. ഏത് വർഷം? പല്ലിയുടെ വാല് ഒന്നുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം 2021 ഏത് മാസമാണ്? പല്ലി നമ്മുടെ മെയ്യിലല്ലേ വീഴുന്നത്. അപ്പം മെയ് മാസം. ഏത് രാജ്യമാണ് പേര് കൊടുത്തേ? മ്യാൻമർ. ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം മ്യാൻമർ ആണ് പേര് കൊടുത്തത്. ആദ്യത്തെ ചുഴലിക്കാറ്റ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ചുഴലിക്കാറ്റ് യാസ് ആണ്. യാസ്. അപ്പോൾ യാസ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏത് വർഷമാണ്? 2021 യാസ് വരുന്നത് കേട്ടോ. യാസ് 2021 വരുന്നത്. അപ്പോൾ ഇത് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് നമുക്ക് യാസ് എന്ന് പറയുന്നത് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇതിൻ്റെ അർത്ഥം മുല്ലപ്പൂവ്. മുല്ലപ്പൂവ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പേര് നൽകിയത് ആരാണ്? ഒമാൻ ആണ് കേട്ടോ. ഒമാൻ ആണ് പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത്. യാസിന് പേര് നൽകിയത് ആരാണ്? ഒമാൻ ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് യെസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ യെസ് ഓർ നോയൊക്കെ പറയുന്നത് ആരാ? മാൻ അല്ലേ, മനുഷ്യന്മാരല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിന് യെസ് അല്ലെങ്കിൽ നോയൊക്കെ പറയാം. മൃഗങ്ങളൊന്നും അങ്ങനെ പറയത്തില്ല അല്ലേ. അപ്പോൾ മനുഷ്യരാണ് യെസ് അല്ലെങ്കിൽ നോയൊക്കെ പറയാം. അപ്പോൾ യെസ് ഒക്കെ പറയുന്നത് മനുഷ്യനാണ്, മാൻ ആണെന്നുള്ള രീതിയിൽ. യാസിന് പേര് കൊടുത്തത് ഒമാൻ ആണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, മാൻ ആണ് യെസ് പറയാം. ഓക്കെ, ഇനി മുല്ലപ്പൂവ്. ഈ മുല്ലപ്പൂവൊക്കെ ചൂടുന്നത് ആരാ? മാനല്ലേ, മനുഷ്യനല്ലേ. മുല്ലപ്പൂവൊക്കെ ചൂടുന്നത് ആരാ? മനുഷ്യനാണ് അല്ലേ. അപ്പോൾ അതും ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പതിച്ചത് കേട്ടോ. യാസ് പതിച്ചത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണേ. ഓക്കെ, അവിടെ വലിയ കണക്ഷൻ ഒന്നും കിട്ടിയില്ല. അടുത്തത് ഗുലാബ്. ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് കേട്ടോ. ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2021 സെപ്റ്റംബറിലാണ് വീശിയടിച്ചത് കേട്ടോ. ഗുലാബ് ചുഴലിക്കാറ്റ് 2021 സെപ്റ്റംബറിലാണ് വീശിയടിച്ചത്. ഇത് ബംഗാൾ ഉൾക്കടലിലാണ്. എവിടെയാ വീശിയടിച്ചത്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട കാറ്റാണ് ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ഇതിന് പേര് നൽകിയത് പാകിസ്ഥാനാണ്. ഗുലാബിന് പേര് നൽകിയത് പാകിസ്ഥാനാണ്. മീനിങ് എന്താ? റോസാ പൂവ്. ഗുലാബിന്റെ മീനിങ് എന്താണ്? റോസാ പൂവ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2021 സെപ്റ്റംബറിലാണ് വീശിയടിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കണം. ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത്. അപ്പൊ ഈ ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത് എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഗുലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗുലാബ് ജാം ആണ് അല്ലേ. ഗുലാബ് ജാം. അപ്പൊ ഈ ഗുലാബ് ജാമൊക്കെ വിൽക്കാനൊക്കെ വെക്കുന്നത് ബംഗാളികളാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഗുലാബ് ജാമൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് വെക്കുന്നത് ആരാണ്? ബംഗാളികളാണ്. ബംഗാളികൾ. ഈ ഗുലാബ് ജാമിലൊക്കെ നമ്മൾ എന്ത് ചേർക്കാറുണ്ട്? റോസ് വാട്ടർ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. ഗുലാബ് ജാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഓർക്കാം, ഗുലാബ് ജാമിൽ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് റോസാ പൂവ് എന്ന് പറയുന്ന മീനിങ്ങും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഈ ബംഗാളികൾ ഈ ഗുലാബ് ജാം മാത്രമാണോ വിൽക്കുന്നത്? ബംഗാളികൾ പാക്കൊക്കെ വിൽക്കും അല്ലേ. പാക്കൊക്കെ വിൽക്കുന്നത് ബംഗാളികളാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഗുലാബ് ജാം മാത്രമല്ല, പാക്ക് വിൽക്കുന്നത്, പാക്ക് പാകിസ്ഥാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പേര് നൽകിയത്. പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ബംഗാളികൾ ഗുലാബ് ജാമു മാത്രമല്ല പാക്കും വിൽക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. പിന്നെ സെപ്റ്റംബർ മാസമാണെന്ന് എങ്ങനെ ഓർക്കാം? ഇവിടെ നമുക്ക് പാകിസ്ഥാൻ കിട്ടിയപ്പോൾ നമ്മുടെ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ സെപ്പറേറ്റ് ആയ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആവുക എന്നുള്ള രീതിയിൽ സെപ്റ്റംബറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. രണ്ട് എന്താണ് വേറെ വേറെ ആയി അല്ലേ, സെപ്പറേറ്റ് ആയി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. സെപ്റ്റംബർ മാസമാണ് 2021. ഓക്കെ, അപ്പോൾ ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് പാകിസ്ഥാനാണ് പേര് നൽകിയത്. 2021 സെപ്റ്റംബർ മാസത്തിലാണ് വീശിയടിച്ചത്. എന്താ മീനിങ്? റോസാ പൂവ് എന്നാണ് അർത്ഥം വരുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് വീശിയടിച്ചത്. ഓക്കെ, അടുത്ത ചുഴലിക്കാറ്റാണ് ഷഹീൻ. ഇതും 2021 കേട്ടോ. ഷഹീൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അപ്പോൾ അത് 2021 ഒക്ടോബറിലാണ് വീശിയടിക്കുന്നത്. 2021 ഒക്ടോബറിൽ രൂപം കൊണ്ട കാറ്റാണ് ഷഹീൻ എന്ന് പറയുന്നത്. ഈ ഷഹീൻ എന്ന് പറയുന്ന പേര് നൽകിയത് ഖത്തറാണ്. ഖത്തർ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റോയൽ വൈറ്റ് ഫാൽക്കൺ ആണ് കേട്ടോ. റോയൽ വൈറ്റ് ഫാൽക്കൺ എന്ന അർത്ഥം വരുന്നതാണ് ഷഹീൻ എന്ന് പറയുന്നത്.
ഒമാൻ തീരത്താണ് ഇത് വീശിയടിക്കുന്നത്. ഷഹീൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഒമാൻ തീരത്താണ്. എവിടെയാണ്? ഒമാൻ തീരത്താണ് വീശിയടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തത് ജവാദ്. ജവാദ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2021 ഡിസംബറിലാണ് വീശിയടിക്കുന്നത് കേട്ടോ. ജവാദ് 2021 ഡിസംബറിലാണ്. അപ്പൊ അത് ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത് കേട്ടോ. ജവാദ് എവിടെയാണ് രൂപം കൊണ്ടത്? ബംഗാൾ ഉൾക്കടൽ. അപ്പൊ അതിന് പേര് നൽകിയത് സൗദി അറേബ്യ ആണ്. ജവാദിന് പേര് നൽകിയത് ആരാണ്? സൗദി അറേബ്യ. ഇനി എന്താണ് മീനിങ്? കരുണാമയൻ. എന്താണ് ജവാദിന്റെ മീനിങ് എന്ന് പറയുന്നത്? കരുണാമയൻ എന്നാണ് കേട്ടോ. കരുണാമയൻ. ഓക്കെ, അപ്പൊ ജവാദ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2021 ഡിസംബറിലാണ് വരുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിക്കുന്നത്. സൗദി അറേബ്യയാണ് ഈ ജവാദ് എന്ന് പറയുന്ന പേര് നൽകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? കരുണാമയൻ. കരുണാമയൻ എന്നാണ് അർത്ഥം. ഓക്കെ, കരുണാമയൻ. അപ്പോൾ 2021 ഏറ്റവും പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. ടൗട്ടെ എന്ന് പറയുന്നത് അറബിക്കടലിൽ വീശിയടിച്ചിട്ടുള്ളതാണ്. അറബിക്കടലിൽ വീശിയടിച്ചിട്ടുള്ളതാണ്. ഒരേ ഒരെണ്ണമാണ് ടൗട്ടെ എന്ന് പറയുന്നത്. മ്യാൻമർ ആണ് പേര് നൽകിയത്. 2021 മെയ്യിലാണ് വരുന്നത്. പല്ലി എന്നാണ് അതിന്റെ അർത്ഥം. യാസ് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലുള്ള 3 എണ്ണം ഉണ്ട്. യാസ്, ഗുലാബ്, ജവാദ്. ഇത് 3ഉം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത്. യാസ് എന്ന് പറയുന്നതിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. 2021 വരുന്നത്. മുല്ലപ്പൂവ് എന്നാണ് അർത്ഥം. ഓക്കെ, ഗുലാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പേര് നൽകിയത്. 2021 സെപ്റ്റംബറിലാണ് ഇത് വരുന്നത്. റോസാപ്പൂവ് എന്നാണ് അർത്ഥം. ഷഹീൻ എന്ന് പറയുന്നത് ഖത്തർ ആണ് പേര് നൽകിയത്. 2021 ഒക്ടോബറിൽ വരുന്നു. റോയൽ വൈറ്റ് ഫാൽക്കൺ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒമാൻ തീരത്ത് വീശിയടിച്ചതാണ് ഷഹീൻ. ദെൻ ജവാദ് എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് പേര് നൽകിയത്. 2021 ഡിസംബറിൽ വീശിയടിച്ചു. കരുണാമയൻ എന്നതാണ് ജവാദിന്റെ അർത്ഥം. ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിയല്ലോ. ഇനി 2022 വരുന്ന 3 പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളാണ് പഠിക്കാനുള്ളത്. 2022 വരുന്ന 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് അസാനി. അസാനി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസാനി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീലങ്ക. അതിന്റെ അർത്ഥം ക്രോധം അല്ലെങ്കിൽ കോപം എന്നർത്ഥം വരുന്ന വാക്കാണ് അസാനി എന്ന് പറയുന്നത്. 2022 മെയ്യിലാണ് ഇത് വരുന്നത്. 2022 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? അസാനിയാണ്. അസാനിക്ക് പേര് നൽകിയത് ശ്രീലങ്ക. അർത്ഥം എന്താണ്? ക്രോധം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ അസാനി ബംഗാൾ ഉൾക്കടലിൽ 2022 മെയ്യിൽ രൂപം കൊണ്ടു. ശ്രീലങ്കയാണ് പേര് നൽകിയത്. ക്രോധം എന്നതാണ് അർത്ഥം. അടുത്തത് സിട്രാങ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ 2022 ഒക്ടോബറിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. സിട്രാങ് എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ് ഇതിന് പേര് നൽകിയത്. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ 2022 ഒക്ടോബറിൽ രൂപം കൊണ്ടതാണ് സിട്രാങ് എന്ന് പറയുന്നത്. തായ്ലൻഡ് ആണ് ഇതിന് പേര് നൽകിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് മാൻറ്റസ് എന്ന് പറയുന്നത് UAE ആണ് കേട്ടോ പേര് നൽകിയ. ബംഗാൾ ഉൾക്കടലിൽ 2022 ഡിസംബറിൽ രൂപം കൊണ്ടതാണ് മാൻറ്റസ്. പേര് നൽകുന്നത് UAE ആണ്. അർത്ഥം എന്താ? ട്രഷർ ബോക്സ് എന്നാണ് അർത്ഥം. ട്രഷർ ബോക്സ് എന്ന അർത്ഥം വരുന്നതാണ് മാൻറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ 2022 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2021 അത്രയും ഓർത്തില്ലെങ്കിലും 2022 2023 നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ 2022 രൂപം കൊണ്ട 3 ചുഴലിക്കാറ്റുകളാണ് അസാനി, സിട്രാങ്, മാൻറ്റസ് എന്ന് പറയുന്നത്. അസാനി എന്ന് പറയുന്ന ഈ 3ഉം എവിടെയാണ് രൂപം കൊണ്ടത്? ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അസാനി, സിട്രാങ്, മാൻറ്റസ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. 2022 അസാനി മെയ്യിലാണ്. സിട്രാങ് ആണെങ്കിൽ ഒക്ടോബറിലാണ്. മാൻറ്റമസ് എന്ന് പറയുന്നത് ഡിസംബറിലാണ് രൂപം കൊള്ളുന്നത്. ഇനി അസാനിക്ക് പേര് നൽകിയത് ശ്രീലങ്കയാണ്. അർത്ഥം ക്രോധം. സിട്രാങ്ങിന് പേര് നൽകിയത് തായ്ലൻഡ്. മാൻറ്റസിന് പേര് നൽകിയത് UAE ആണ്. അർത്ഥം എന്താണ്? ട്രഷർ ബോക്സ് എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ അല്ലേ? 2022 ചുഴലിക്കാറ്റുകൾ.
അടുത്തത് 2023 ചുഴലിക്കാറ്റുകളുടെ പേരാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. 2023 ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോഖ. മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2023 മെയ് മാസമാണ് ഇത് വീശിയടിച്ചത്. എവിടെ? ബംഗാൾ ഉൾക്കടലിൽ. യമനാണ് പേര് നൽകിയത്. മോഖ. മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ 2023 മെയ്യിലാണ് രൂപം കൊള്ളുന്നത്. യമനാണ് ഇതിന് പേര് നൽകിയത്. ഓക്കെ, യമനാണ് പേര് നൽകിയത്. അടുത്തതാണ് ബിപാർ ജോയ്. ബിപാർ ജോയ് എന്ന് പറയുന്നത് അറബിക്കടലിൽ രൂപം കൊണ്ടതാണ് കേട്ടോ. അറബിക്കടലിൽ രൂപം കൊണ്ടതാണ് ബിപാർ ജോയ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറബിക്കടലിലാണ് രൂപം കൊണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് 2023 ജൂണിലാണ് രൂപം കൊള്ളുന്നത്. ദുരന്തം എന്നതാണ് ഇതിന്റെ വേർഡിന്റെ അർത്ഥം. ഓക്കെ, ബിപാർ ജോയ്. ബിപാർ ജോയ് എന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ രൂപം കൊണ്ട 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ടതാണ് ബിപാർ ജോയ്. ബംഗ്ലാദേശാണ് പേര് നൽകിയത്. ദുരന്തം എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അടുത്തത് മിഷോങ്. മിഷോങ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. മിഷോങ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് മ്യാൻമർ ആണ് കേട്ടോ ഇതിന് പേര് നൽകിയത്. മിഷോങ് മ്യാൻമർ ആണ് പേര് നൽകിയത്. പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നതാണ് ഇതിന്റെ അർത്ഥം. മിഷോങ്ങിന്റെ അർത്ഥം എന്താണ്? പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നതാണ് മിഷോങ്ങിന്റെ അർത്ഥം. ഇനി അടുത്തത് തേജ്. തേജ് എന്ന് പറയുന്നത് അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. പേര് നൽകിയ രാജ്യം ഇന്ത്യ. പഠിച്ചു വെച്ചേക്കണേ. അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് എന്ന് പറയുന്നതിന് പേര് നൽകുന്നത് ഇന്ത്യയാണ്. ഇനി ഹമൂൺ. ഹമൂൺ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. പേര് നൽകിയ രാജ്യം ഇറാൻ ആണ് കേട്ടോ. ഹമൂണിന് പേര് നൽകിയ രാജ്യം ഇറാൻ ആണ്. ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ 2023 രൂപം കൊണ്ട കാറ്റുകൾ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റുകൾ മോഖ, ബിപാർ ജോയ്, മിഷോങ്, തേജ്, ഹമൂൺ എന്നിവയാണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതടക്കം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ചുഴലിക്കാറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചുഴലിക്കാറ്റുകളുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള 1-2 പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഈ ചുഴലിക്കാറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ നാമകരണ പ്രവർത്തനം, അതായത് അവർക്ക് പേര് നൽകുന്നതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ UN-ന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. WMOയും എസ്കാപ്പും കൂടെ ചേർന്നിട്ടാണ് ഇവർക്ക് പേര്, ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്. എന്താണ് WMO എന്ന് വെച്ചാൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതുപോലെ UN-ന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്, നാമകരണത്തെ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ 2004 മുതലാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകി തുടങ്ങിയത്. 2004 മുതൽ. പ്രസ്താവന രീതിയിലൊക്കെ വരുവാണെങ്കിലേ ചോദിക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ 2004 മുതലാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് നൽകിയ പേരെന്ന് പറയുന്നത് ഒനീലാണ് കേട്ടോ. ആദ്യമായിട്ട് നൽകിയ പേര് ഏതാണ്? ഒനീൽ. ഒനീൽ എന്ന പേരാണ് ആദ്യമായിട്ട് നൽകുന്നത്. അപ്പോൾ 13 രാജ്യങ്ങളാണ് കേട്ടോ ഈ പേര് നൽകാനായിട്ട്, പേര് നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 13 രാജ്യങ്ങളാണ് പേര് നിർദ്ദേശിക്കാറുള്ളത്. ആ 13 രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണേ. ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. ആദ്യത്തെ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യ. മൂന്നാമത്തെ രാജ്യം മാലിദ്വീപ്. മാലിദ്വീപ്. നാലാമത്തെ രാജ്യം മ്യാൻമർ. മ്യാൻമർ. അഞ്ചാമത്തെ രാജ്യം ഒമാൻ. ഒമാൻ. ആറാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഏഴാമത്തെ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്ക. എട്ടാമത്തെ രാജ്യം തായ്ലൻഡ്. തായ്ലൻഡ്. ഒൻപതാമത് രാജ്യം ഇറാൻ. ഇറാൻ. പത്താമത് രാജ്യം ഖത്തർ. ഖത്തർ. 11ാമത് രാജ്യം സൗദി അറേബ്യ. 12ാമത് രാജ്യം UAE. 13ാമത് രാജ്യം
യമൻ. ഓക്കെ, അപ്പോൾ ഈ 13 രാജ്യങ്ങൾ ചേർന്നാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത്. ആരൊക്കെയാ? ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നിവർ ചേർന്നിട്ടാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ള ചുഴലിക്കാറ്റുകൾ നമ്മൾ പഠിച്ചു. 2021 ചുഴലിക്കാറ്റുകളും 2022 ചുഴലിക്കാറ്റുകളും 2023 ചുഴലിക്കാറ്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്